ഹലോ. ഇന്ന് കാക്കു വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് കഴുകാൻ നിന്നു. പിന്നെ ദാ നമ്മൾ കുമ്പളത്തിൻ്റെ വള്ളിമ്മ കുറേ പൂവുകളും കുമ്പളങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇതിങ്ങനെ ചീഞ്ഞ് പോവുകയാണ്. ഇനി ഇതുണ്ടാവുമോ അറിയില്ല. എനിക്ക് കാവലായിട്ട് പൂച്ചയൊക്കെ ഉണ്ട്. ഇറച്ചി കഴുകാനുണ്ടെങ്കിൽ വേഗം വന്ന് നിൽക്കാം. പിന്നെ അതാ ഞാൻ ചോറ് വെക്കാൻ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് ചോറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പിന്നെ എന്തോ ഒരു മൂടില്ല. അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കിയ ചീരക്കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ചോറ് തന്നെ വെച്ചു. പിന്നെ അതാ നമ്മളെ ചിക്കൻ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കറി പോലെ ഉണ്ടാക്കാന്നാണ് ഞാൻ കരുതിക്കണം. വല്ലാണ്ട് വരട്ടാതെ ഇത്തിരി ചാറ് പോലെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മുളക് മഞ്ഞൾ മല്ലിയൊക്കെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ചിക്കൻ മസാല ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇത് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ചിക്കൻ മസാലയാണ്. പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപ്പോൾ അധികം അവിടെ നിന്നാണ് വാങ്ങൽ. നമ്മളെ കടയിൽ നിന്ന് വാങ്ങണേക്കാൾ ടേസ്റ്റും മണവും ഒക്കെ തോന്നലുണ്ട് ഇതിന്. പിന്നെ ഇതാ മിക്സ് ആക്കി വെച്ചു. അപ്പോഴേക്ക് നമ്മളെ ചോറ് റെഡിയായി. കുക്കറിൽ വേഗം ആകുമല്ലോ വെച്ചിട്ടാണ് കുക്കറിൽ വെച്ചത്. അല്ലെങ്കിൽ ഞാൻ കുക്കറിലൊന്നല്ല വെക്കൽ. പിന്നെ ഇതാ ഊറ്റിയെടുക്കുകയാണ് ചോറ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഈറായിരുന്നു ഈ കുക്കറത്തെ ചോറ്. പക്ഷെ ഇപ്പോൾ എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യല്ലേ, അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ വലിയ വിഷയമല്ല, അപ്പോൾ ഞാൻ കഴിക്കും. ഇതാ നമ്മൾ ചിക്കൻ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി ഇളക്കി നല്ലോണം മിക്സാക്കി. ഇറച്ചി ഒന്നുകൂടി വേവാണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചു, വേവിച്ചു. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്. എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ കുറച്ച് പഞ്ചസാര ഇടലുണ്ട് ഞാൻ. അതിനിപ്പോൾ ചിക്കൻ കറി ആയാലും ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുകയാണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ഇടും. അത് എനിക്ക് കുറച്ച് ഒന്നുകൂടി ടേസ്റ്റ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ തോന്നലായിരിക്കാം. പിന്നെ അതാ നമ്മൾ അതക്കുട്ടി അച്ചാറും കുപ്പിയുമ്പോൾ കയറി നിന്നിട്ടാണ് ഓളെ കളി. ഓൾക്ക് പറ്റിയൊരു അച്ചാറും കുപ്പിയും കിട്ടിക്കണം. എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ആകുമ്പോൾ തന്നെ വല്ല സ്റ്റൂളും ഇരിക്കും പോലെ ആകുമ്പോൾ കയറി നിൽക്കുകയാണ് ഓള്. പിന്നെ കാക്കുന് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കാക്കുന് ഞാൻ ഫുഡ് കൊടുത്തു. പിന്നെ കുട്ടി പട്ടാളങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.